50+ ഏജ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷാഘാതം പണ്ട് കാലത്തൊക്കെ ഒരു 50+ ഏജ് ഗ്രൂപ്പാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അതിന് താഴോട്ടുള്ള ഏജ് ഗ്രൂപ്പുകളിലും ഈ സ്ട്രോക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്നതാണ്. പിന്നെ ചില ആൾക്കാരിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട്. ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ടാണ്. അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ക്ലോട്ടോ അങ്ങനെ എന്തെങ്കിലും വന്ന് ആ ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ബ്രെയിനിൻ്റെ ആ ഒരു ഏരിയയിലുള്ള കോശങ്ങളെല്ലാം നശിച്ചു പോയിട്ട് ബ്രെയിന് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകാൻ പോകുന്നു എന്ന് ശരീരം നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില അസുഖങ്ങളെ അസോസിയേറ്റ് ചെയ്ത് പിന്നീട് അത് സ്ട്രോക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ സ്ട്രോക്ക് ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. അതുപോലെ നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന 4 കാരണങ്ങളുണ്ട്. ഒന്ന് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP, ദെൻ ഡയബറ്റിസ്, പിന്നീട് കൊളസ്ട്രോൾ കൂടിയ ആൾക്കാർ, അതുപോലെ സ്ഥിരമായി പുകവലിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ BP ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. BP നമ്മൾ പറയുന്നത് നോർമലി 120/80 ആണ്. ഇപ്പോൾ ഒരു 140/90 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ സ്ട്രോക്ക് ആകാനുള്ള ചാൻസ്, അത് ഹൈ BP ആവുകയാണ്. അപ്പോൾ ഹൈ BP ഉള്ളവർക്ക് സ്ട്രോക്ക് ആവാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് മെഡിസിൻസ് എടുത്ത് റെഗുലർ ചെക്കപ്പ് നടത്തിയിട്ട് BP നോർമലാക്കി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാനും കൂടിയുള്ളൊരു മാർഗ്ഗമാണ്. അതുപോലെ ഡയബറ്റീസ് ആയാലും കൊളസ്ട്രോൾ ആയാലും അതിനെ നോർമൽ ലെവലിലേക്ക് നിർത്തുക. ഇപ്പോൾ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വരാൻ സാധ്യതയുള്ള 3 ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് നമ്മളീ പറഞ്ഞ ഹൈ കൊളസ്ട്രോൾ ആയാലും BP ആയാലും ഡയബറ്റീസ് ആയാലും ഒക്കെ. അപ്പോൾ അതിനെ കറക്റ്റ് ചെക്കപ്പ് ചെയ്ത് മെഡിക്കേഷൻസ് എടുത്തിട്ട് നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഇപ്പോൾ സ്മോക്കിങ് ഇതുപോലെ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാകാനായിട്ട് കാരണമാകാറുണ്ട്. ഇപ്പോൾ സ്മോക്കിങ് എത്ര നേരത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമോ ആ ഒരു ശീലം ഉപേക്ഷിച്ചേക്കുക. ഇനി സ്ട്രോക്ക് ഉണ്ടാകാൻ പോകുന്നതിന് മുന്നേ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഈ സംസാരത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് സംസാരം ഇങ്ങനെ കുഴയുന്ന പോലെയോ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന രീതിയിൽ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ അത് സ്ട്രോക്ക് ആകാൻ പോകുന്നു എന്ന് ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. കാരണം സ്ട്രോക്കിനെ സംബന്ധിച്ച് ആദ്യത്തെ 3 മണിക്കൂറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിനെ തിരിച്ചൊരു ഹെൽത്തി സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നതാണ് കാഴ്ചയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതായത് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ 2ആയിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കാണാതിരിക്കുക, 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെടുന്ന പോലെ തോന്നുക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയിട്ടുള്ളതായിട്ട് നമുക്കിപ്പോൾ സ്ട്രോക്ക് വന്ന ആൾക്കാരിൽ കാണാൻ സാധിക്കും. മുഖം ഒരു സൈഡിലേക്ക് കോടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുൻകൂട്ടി ഇപ്പോൾ ആർക്കെങ്കിലും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് നമുക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ഇവർക്കിങ്ങനെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ ആളിനോട് ഒന്ന് ചിരിക്കാനായിട്ട് പറയുക. അപ്പോൾ ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ടല്ല വരുന്നത്, 2 സൈഡിലും ചുണ്ടുകളിൽ കറക്റ്റായിട്ടല്ല വരുന്നത്, ഒരു സൈഡിലേക്ക് പൊങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് ചെക്കപ്പുകൾ നടത്തേണ്ടതാണ്. ഇനി അടുത്തൊരു ലക്ഷണമാണ് കൈക്ക് അല്ലെങ്കിൽ കാലിന് കാണുന്ന നമ്പനെസ് അല്ലെങ്കിൽ വീക്ക്നെസ്. കൈ കുഴഞ്ഞു പോകുന്ന പോലെ, കൈക്കൊക്കെ ഒരു ബലമില്ലായ്ക. അപ്പോൾ അതും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൈകൾ ഇതുപോലെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കാനായിട്ട് പറയുക, 2 കൈയും. തന്നെ ഒരു 10 സെക്കൻഡ് നമുക്കങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 10 സെക്കൻഡിന് മുന്നേ തന്നെ കൈ താഴേക്ക് വീണു പോവുകയാണെങ്കിൽ, കുഴഞ്ഞ് താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഒരു വീക്ക്നെസ് മറ്റ് നെർവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് വരാം. അപ്പോൾ എല്ലാ കണ്ടീഷനിലും അത് സ്ട്രോക്ക് ആവണം എന്നില്ല. അപ്പോൾ നമ്മളതൊരു ഡോക്ടറുടെ സഹായത്തോടെ അത് കൺഫേം ചെയ്യേണ്ടതുണ്ട്.
അതുപോലെ തന്നെയാണ് ബാലൻസ് ഇല്ലായ്മയും. സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ ഒരു ബാലൻസിൻ്റെ പ്രശ്നങ്ങളും കാണാറുണ്ട്. അപ്പം ബാലൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ സ്ട്രോക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാത്രമല്ല കാണുന്നത്. നമ്മളെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് ഇയർ ബാലൻസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇതുപോലെ ബാലൻസിൻ്റെ വിഷയങ്ങളുണ്ടാകാം. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസുമായിട്ട് ഈ ഹൈ ബി പി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആൾക്കാർ, ഇതുപോലെ അമിതമായിട്ട് കൈക്കൊക്കെ വീക്ക്നെസ്സും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ബാലൻസിൻ്റെ പ്രോബ്ലം കൂടി ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. ദെൻ എക്സ്ട്രീം വീക്ക്നെസ് ഈ ആൾക്കാർ കാണിക്കാറുണ്ട്. അമിതമായിട്ടുള്ള ക്ഷീണം അത് ഉറക്കമില്ലായ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുപോലെ ഈ അമിതമായ ക്ഷീണം സ്ട്രെസ്സ് കാരണമോ ഒക്കെ വരാം, അല്ലെങ്കിൽ ഡയറ്റ് കറക്റ്റ് ആവാത്തത് കൊണ്ടും ഒക്കെ വരാം. അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഈ ക്ഷീണം ഉറക്കമില്ലായ്മയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളുടെ കൂടെ ഇത്രയും ക്ഷീണവും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയൊരു ലക്ഷണം എന്ന് പറയുന്നത് സിവിയറായിട്ട് വരുന്ന ഹെഡേക്കാണ്. അപ്പോൾ ആ ഒരു സിവിയർ ഹെഡേക്കിനും ഈ പറഞ്ഞ ആൾക്കാരിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനും സ്ട്രോക്കുമായിട്ടൊരു കണക്ഷൻ പറയാൻ പറ്റും. അതുപോലെ ഊക്കാനവും ഛർദിയും, നമ്മളെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നതാണ് സ്ട്രോക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണം ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് ഇതുപോലെ ഊക്കാനവും ഛർദിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബി പി കൂടിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കറക്റ്റായിട്ട് ബി പി ഡയബറ്റീസൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു വാല്യൂ കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, സ്ട്രോക്കിനെ സംബന്ധിച്ച് ആദ്യത്തെ മണിക്കൂറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒരു ട്രീറ്റ്മെൻറ്റിനോ ഡയഗ്നോസിസിനോ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ സഹായം അവർക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക.